ഇന്ന് മെയ് ദിനാഘോഷ പരിപാടികൾ ഇവിടെ നടക്കുകയാണ്. കേരളത്തിലെ തൊഴിലാളി വർഗത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനിഷേധ്യനായ INTUC-യുടെ നേതാവായിരുന്നു നമ്മുടെ മുൻ മുഖ്യമന്ത്രി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ CK കരുണാകരൻ. INTUC-യിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്നത്. തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കപട തൊഴിലാളി പ്രേമത്തിനെതിരായി ശക്തമായ പോരാട്ടം നടത്തിയ അദ്ദേഹത്തിന്റെ സ്മരണയുടെ മുമ്പിൽ തന്നെ, അദ്ദേഹത്തിന്റെ ഈ സ്മാരകത്തിന് മുമ്പിൽ ഈ ആഘോഷം സംഘടിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് വളരെ പ്രതീകാത്മകമായിട്ടുള്ളതാണ്. ഇവിടെ ചാലസ് സുധാകരൻ പറഞ്ഞതുപോലെ 1886 138 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ചിക്കാഗോയിലെ തെരുവീതികളിൽ 8 മണിക്കൂർ ജോലി, മാന്യമായ വേതനം, 8 മണിക്കൂർ അവർക്ക് വിശ്രമം, ഇതിനൊക്കെ വേണ്ടി സമരം നടത്തിയ തൊഴിലാളികളെ 2-3 ദിവസം കൊണ്ട് ക്രൂരമായി അവരെ കൊന്നൊടുക്കിയ ആ ഓർമ്മകളിൽ നിന്നാണ്, തൊഴിലാളികൾ ഒഴുക്കിയ രക്തത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ മെയ് ദിനാഘോഷം ഉയർത്തെഴുന്നേറ്റത്. ഇന്ന് ലോകത്ത് വ്യവസ്ഥിതികളൊക്കെ മാറി. കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെയ് ദിനം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം അവർ മറക്കുന്നു. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളിൽ പോലും തൊഴിലാളി വർഗത്തിന് ഇന്ന് അനുഭവിക്കേണ്ടി വന്ന ദുരിതം, കാരണം അവിടെയൊന്നും തൊഴിലാളികൾക്ക് വേണ്ടിയല്ല, തൊഴിലാളി വർഗ സർവാധിപത്യം എന്നാണ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തെക്കുറിച്ച് ആത്യന്തികമായി ഭരണം വരുമ്പോൾ കാറൽ മാർക്സ് പ്രവചിച്ചതെങ്കിൽ അതെല്ലാം മാറി ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് രാജ്യം ചൈനയാണ്. അവിടെ നവ ലിബറൽ ആശയങ്ങളാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ആശയങ്ങൾക്ക് വിധേയമായ ആശയമാണ്. നമുക്ക് ഇന്ത്യ രാജ്യത്ത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 ആണെങ്കിലും മെയ് ദിനം അവർ ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ മെയ് ദിനം ആഘോഷിക്കാനുള്ള അവകാശം അവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ന് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതെന്ന് ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന ആ ഗവൺമെന്റിൽ യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് അവകാശങ്ങൾക്ക് സംരക്ഷണമില്ല. ചുമട്ടുതൊഴിലാളികൾ പോലും ഈ സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരായി അടുത്ത കാലത്ത് സമരം ചെയ്തത് നാം കണ്ടതാണ്. രാജ്യത്തിന്റെ അവസ്ഥ അതിനേക്കാൾ ദുരിതരമായിട്ടുള്ളതാണ്. കാരണം 8 മണിക്കൂർ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി പണമൊരുതിയ ആ ചിക്കാഗോയിലെ തൊഴിലാളികൾ ഇന്ന് കാണുന്നത് എന്താ? കേന്ദ്രത്തിൽ കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന മോദി ഗവൺമെന്റ് പ്രഖ്യാപിക്കാതെ തന്നെ 12 മണിക്കൂർ തൊഴിലാളികളുടെ മേൽ തൊഴിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്തുണ്ടാക്കിയിട്ടുള്ള തൊഴിൽ നിയമങ്ങൾ ഏതാണ്ട് 10-30ഓളം തൊഴിൽ നിയമങ്ങൾ, ആ തൊഴിൽ നിയമങ്ങളെല്ലാം ആദ്യം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ രാജ്യത്ത് വ്യവസായ നയം പ്രഖ്യാപിച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആ വ്യവസായ നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ സമ്മിശ്ര സമ്പദ്ഘടനയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും എല്ലാ മേഖലകളിലും തൊഴിലാളികൾക്ക്, വ്യവസായത്തിന്റെ പ്രധാന ഘടകം തൊഴിലാളിയാണ്. അവന്റെ അധ്വാനം, കായികമായ അധ്വാനം കൊണ്ടാണ് എല്ലാ മുതലാളിമാരും എല്ലാ വ്യവസായങ്ങളും ലാഭകരമായി നടക്കുന്നത്. തൊഴിലാളിയുടെ ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ തൊഴിൽ നിയമങ്ങൾ അന്നു മുതൽ രാജ്യത്തെ കോൺഗ്രസ് ഭരിച്ച എല്ലാ കാലത്തും ആ 30-44 നിയമങ്ങളെ ഈ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അതെല്ലാം അട്ടിമറിച്ച് അതിനെയെല്ലാം ഭേദഗതി ചെയ്ത് 4 തൊഴിൽ കോഡുകൾ ഉണ്ടാക്കി. ഈ തൊഴിൽ കോഡുകളിൽ നിങ്ങളുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്കുള്ള സംരക്ഷണമല്ല മോദി ഗവൺമെന്റ് ഏർപ്പെടുത്തിയത്, പിന്നെയോ രാജ്യത്തിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, രാജ്യത്തിലെ സമ്പന്നരായ മുതലാളിമാരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത്. INTUC അടക്കം മോഡിയുടെ പാർട്ടിയുടെ തൊഴിലാളി സംഘടന അടക്കം ഇതിനെതിരായി ശക്തമായ സമരങ്ങൾ നടത്തി. ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ രാജ്യത്ത് മോദി ഭരണം നടത്തുന്നത് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറയുന്നു. ആർക്ക് വേണ്ടി? ഒരു പിടി സമ്പന്നന്മാർക്ക് വേണ്ടി, അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടിയാണ്. ഇവരുണ്ടാക്കിയിട്ടുള്ള എല്ലാ തൊഴിലാളി നിയമങ്ങളും കോർപ്പറേറ്റ് അനുകൂലമായിട്ടുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് ഭരണകാലത്തെല്ലാം ലേബർ ഓറിയന്റഡ് ആണ്,
തൊഴിലാളി ക്ഷേമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതിനെല്ലാം അട്ടിമറിച്ചു. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും ദുരിതമനുഭവിക്കേണ്ടി വന്ന ഒരു ദുരിതകാലമാണ് മോഡി സർക്കാരിന്റെ കാലം. മോഡിയും പിണറായിയും ഒരുപോലെ എന്ന് നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളിൽ പറയുന്നത് അതിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് കേരളത്തിലെ തൊഴിലാളി വർഗം.